കോഴിക്കോട്ട് സമീപകാലത്തുണ്ടായ തീപിടുത്തങ്ങളിൽ ചെറിയൊരു ആശ്വാസമായിരുന്നു ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഈ അഗ്നിരക്ഷാ യൂണിറ്റ്. ഈ യൂണിറ്റ് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി മീൻചന്തയിലേക്ക് മാറ്റുകയാണ്. അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും 10-12 കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് മാറ്റുന്നു എന്നുള്ളതാണ് ഒരു അപകടകരമായ ഒരു സാഹചര്യം. കാരണം കോഴിക്കോട്ട് ഏതെങ്കിലും തരത്തിൽ സമാനമായ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് ഒരു യൂണിറ്റ് എത്തണമെങ്കിൽ 10-15 മിനിറ്റിലേറെ അധികം വരും. അതായത് തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കത്തി അണയുന്ന സമയമാണ്. ഇവിടെയാണ് ഈ യൂണിറ്റ് പ്രാധാന്യമുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അപകടാവസ്ഥയിലായ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി. അതിന് പിന്നാലെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം തകർന്നപ്പോഴാണ് ഈ കെട്ടിടം കൂടി അപകടാവസ്ഥയിലാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുന്നത്. അതിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ ഇവിടുന്ന് മാറാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാം, ഇവിടെയുള്ള 2 പ്രധാനപ്പെട്ട വാഹനങ്ങളാണ്. ഇതിൽ ഈ ഉപകരണങ്ങളടക്കം കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഇതാണ് 4500 ലിറ്റർ വെള്ളം സംഭരിച്ച് തീപിടുത്തമുണ്ടായാൽ കൊണ്ടുപോകുന്ന ഫയർ എഞ്ചിനാണ്. ഇതാണ് പ്രധാനപ്പെട്ട വാഹനമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയൊരു വാഹനം കൂടി ഇവിടെയുണ്ട്. അത് പുറത്തേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. ഏതായാലും നേരത്തെ ഇവിടെ 8 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കെട്ടിടം അപകടാവസ്ഥയിലായതിന് പിന്നാലെ പല ഭാഗത്തേക്കും മീൻചന്തയിലേക്കും അതോടൊപ്പം തന്നെ വെള്ളിമാട് കുന്നിലേക്കും കൊയിലാണ്ടിയിലേക്കും നരിക്കുനിയിലേക്കും മുക്കത്തേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയതാണ്. ഇന്നിപ്പോൾ 26 സ്റ്റാഫാണുള്ളത്. അവരെയാണ് ഇപ്പോൾ മീൻചന്തയിലേക്ക് മാറ്റിയത്. നിരന്തരം ഈ ഫയർ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സ്റ്റേഷൻ അടുത്ത ആഴ്ചയോടുകൂടി മീൻചന്തയിലേക്ക് മാറ്റുകയാണ് എന്നാണ് അറിയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര വിഷമമുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ വരാൻ തുടങ്ങുന്ന എൻ്റെ അച്ഛന് അന്ന് ഉപയോഗിക്കുന്ന സ്കൂട്ടർ എന്താ വെച്ചാൽ ബജാജ് സ്കൂട്ടറാണ് അന്ന് ഉപയോഗിച്ചത്. അന്നത്തെ ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും അറിയുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വൻ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ജസ്റ്റ് അടുത്തുള്ളൂ. സാധനം ഇവിടുന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പോരെ, അത് ചെയ്താൽ പോരെ. അപ്പോൾ അതാണ് എനിക്ക് മെയിൻ വിഷമം. 10 കിലോമീറ്റർ അകലത്തേക്കാണ് മാറ്റുന്നത്. അതാണ് മെയിൻ വിഷമം. എന്താ വെച്ചാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അധികാരികൾ ചെയ്തു പോയി, വലിയ വലിയ ആൾക്കാർ ചെയ്തു പോയി. അത് ഭയങ്കര മോശമായിപ്പോയി. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ യൂണിറ്റ് മീൻചന്തയിൽ പ്രത്യേക ബ്ലോക്കായി അവിടെ പ്രവർത്തിക്കുമെന്നാണ്. അതായത് ഇവിടേക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ അവിടേക്ക് എത്തും. അവിടെ നിന്നായിരിക്കും ഈ യൂണിറ്റ് വരിക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-15 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തമുണ്ടായാൽ അവർക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ കോർപ്പറേഷനായിരുന്നു ഇതിന് ഈ സ്ഥലം കണ്ടെത്തി അതോടൊപ്പം സൗകര്യങ്ങൾ ഒരുക്കേണ്ടിരുന്ന ചുമതല. ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷന് സമീപത്ത് അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോലും അത് എവിടെയും എത്താത്ത ഒരു നിലയിലേക്ക് എത്തിയതോടുകൂടിയാണ് ഈ മീൻചന്തയിലേക്ക് മാറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട്ട് ജാഗ്രതയോടെ നിൽക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോഴിക്കോട്ട് നഗരത്തിൽ പ്രവർത്തിക്കേണ്ട അഗ്നിരക്ഷാ യൂണിറ്റ് ഏതാണ്ട് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് മാറ്റപ്പെടുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നത്. ബിനീഷ് ഒളമണിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.